ഇവിടെ 107 ദിവസമായിട്ട് പ്രൈവറ്റ് മേഖലയിലെ നഴ്സുമാർ സമരത്തിലാണ്. യുണൈറ്റഡ് നഴ്സസിൻ്റെ അസോസിയേഷൻ്റെ ഭാഗമായി അമല ജൂബിലി യൂണിറ്റാണ് നിലവിലിപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു ഫെയർ വേജസ് മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ സമരമുഖത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു കേരളം മുഴുവൻ ഞങ്ങളുടെ നഴ്സസിൻ്റെ സമരം വന്നിരുന്നു. അതിൻ്റെ ഇടയിൽ ഓരോ ഹോസ്പിറ്റലും ഇടക്കാല ആശ്വാസം നൽകാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിരുന്നു. അതനുസരിച്ച് സമരം പിൻവലിക്കുകയാണ് ഉണ്ടായത്. ഒട്ടും ഇടക്കാല ആശ്വാസം തരാത്ത സാഹചര്യത്തിൽ നിലകൊള്ളുന്നത് ജൂബിലി അമല മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ 2 ഹോസ്പിറ്റൽ മാത്രം ഇപ്പോഴും സമരം 107 ദിവസമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ നടന്നുവെങ്കിലും ആദ്യകാലങ്ങളിൽ ചർച്ച നടന്നുവെങ്കിലും അവർക്ക് ഗവൺമെൻറ് വിജ്ഞാപനം വന്നാൽ മാത്രമാണ് സാലറി കൂട്ടിത്തരാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ജൂബിലി അമല മാനേജ്മെൻറ്റ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ സാലറി ഒരു ഇടക്കാല ആശ്വാസവും അതുപോലെ തന്നെ കോൺട്രാക്റ്റ് വ്യവസ്ഥ ജൂബിലി അമലിൽ നടക്കുന്ന തൊഴിൽ ചൂഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് വ്യവസ്ഥയുണ്ട്. അത് നിർത്തലാക്കണമെന്നും 6-12 മണിക്കൂർ ഡ്യൂട്ടി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വേണമെന്നും ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരമുഖത്തിരിക്കുന്നത്. കരാർ ചൂഷണം നിർത്തലാക്കാമെന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രത്യേക കാര്യമാണ്. ഇപ്പോൾ ഞങ്ങളുടെ പല ചർച്ചകളും ഇവിടെ നടന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അവസാനമായിട്ട് ഞങ്ങൾ ഈ സമരവുമായി പല റാലികളും പ്രകടനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രകടനത്തിൽ എത്തി ഞങ്ങൾ ബിഷപ്പ് ഹൗസിലേക്ക് ഒരു പ്രകടനം ഉണ്ടായിരുന്നു. അവിടെ റോഡ് ഉപരോധം റോഡിൽ ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജില്ലാ കളക്ടർ വന്നിട്ട് ഞങ്ങളോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിമാരായിട്ടൊരു ചർച്ച നടത്തി ഞങ്ങളുടെ മിനിമം വേജസ് വർദ്ധിപ്പിക്കുമെന്നൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ നീതി കിട്ടുന്നവരെ ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകാനാണ് വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങൾ 2018 പ്രൈവറ്റ് മേഖലയിലുള്ള നഴ്സിൻ്റെ മിനിമം വേജസ് പുതുക്കി ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഈ 9 വർഷ കാലയളവിൽ മിനിമം വേജസ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിനോട് ഒരു മിനിമം വേജസ് വേണമെന്ന ആവശ്യമായിട്ട് ഞങ്ങളുടെ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ സമരം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ സർക്കാർ ഒരു കരട് വിജ്ഞാപനം മിനിമം വേജസിന് വേണ്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ കരട് വിജ്ഞാപനം പ്രാബല്യത്തിൽ വരുവാനും 1 വർഷം കാലതാമസം എടുക്കുമെന്നുള്ള അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ മാനേജ്മെൻറ്റിനോട് അതുവരെ ഞങ്ങൾക്ക് ഈ ജീവിത ചെലവിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു ഫെയർ വേജസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഫെയർ വേജസിൻ്റെ ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം കേരളത്തിലെ മറ്റ് ഹോസ്പിറ്റലിൽ UN-ഉള്ള യൂണിറ്റുകളെല്ലാം അവരുടെ മാനേജ്മെൻറ്റുമായി ഒരു ധാരണയിലെത്തുകയും അവർക്ക് ഓരോ ഹോസ്പിറ്റലിന് അനുസൃതമായിട്ടുള്ള ഫെയർ വേജസ് അവർ നൽകാൻ തയ്യാറാകുകയും ചെയ്തിരുന്നു. പക്ഷേ തൃശ്ശൂർ ജില്ലയിലെ അമല ജൂബിലി മാനേജ്മെൻറ്റുകൾ അങ്ങനെ ഒരു ഫെയർ വേജസ് നൽകാൻ തയ്യാറായില്ല. തൃശ്ശൂരിലെ എലൈറ്റ് സൺ മദർ ഹോസ്പിറ്റലുകാരും എല്ലാം ഞങ്ങളുടെ ആവശ്യം ന്യായമാണെന്ന രീതിയിൽ അവർ സമ്മതിക്കുകയും അവർ ഒരു അഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂബിലി അമല മാനേജ്മെൻറ്റ് ഗവൺമെൻറ് പ്രഖ്യാപിക്കാതെ ഒരു വേതനവും കൂട്ടി നൽകില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ കരാർ വ്യവസ്ഥ നിർത്തണം എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും അവർ ഇതുവരെയായിട്ടും സമ്മതിച്ചിട്ടില്ല. ചർച്ചകൾ പലതും നടന്നുവെങ്കിലും ഒരു തീരുമാനമാവാണ്ടാണ് പിരിഞ്ഞത്. അവർ ഉറച്ചു നിൽക്കുന്നു. ഗവൺമെൻറ് വിജ്ഞാപനം ഇറക്കാതെ അവർ 1 രൂപ പോലും കൂട്ടിത്തരില്ല എന്നാണ് ഞങ്ങളോട് 2 മാനേജ്മെൻറ്റും പറഞ്ഞിട്ടുള്ളത്. ഈ ഇടക്കാല വേജസ് മിനിമം വേജസ് തന്നെ ഒരു ഗവൺമെൻറ് ഇറക്കണമെങ്കിൽ മുഴുവൻ പഠനം നടത്തിയ ശേഷമാണ് ഒരു ഇടക്കാല ആശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് കരട് വിജ്ഞാപനമാണെങ്കിലും എന്താണെങ്കിലും ഒരു പ്രാബല്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് 1 വർഷ കാലതാമസം എടുക്കും. അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ മാനേജ്മെൻറ്റ് സ്റ്റേക്ക് പോവുകയാണ് ചെയ്യാറ്. അവരൊരിക്കലും ഒരു മിനിമം വേജസ് വരുമ്പോൾ അത് അംഗീകരിക്കാറില്ല. അവരത് സ്റ്റേക്ക് പോകും. അപ്പോൾ കേസുകളുമായിട്ട് അത് നീണ്ടു പോവുകയാണ് ചെയ്യാറുള്ളത്. അത് കാരണമാണ് ഒരു ഫെയർ വേജസ് ഞങ്ങളിപ്പോൾ പെട്ടെന്ന് ആവശ്യപ്പെട്ടത്. അവസാനം ഞങ്ങൾ ചർച്ചയ്ക്ക് ബിഷപ്പിനെ കാണാൻ ബിഷപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചർച്ചയാണ് അമല ജൂബിലി യൂണിറ്റ് അവിടുത്തെ മാനേജ്മെൻറ്റ് നേതൃത്വം എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഞങ്ങൾക്കൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ഇടക്കാല ആശ്വാസം അനുവദിക്കുമെന്ന്. പക്ഷേ ആ ചർച്ചയും ഒരു തീരുമാനവും എടുക്കാതെ അവിടെയും ഉറച്ചു നിന്നത് അവർ ഗവൺമെൻറ് വിജ്ഞാപനം നടത്തിയിട്ടേ തരുള്ളൂ എന്നുള്ള ഒരു തീരുമാനമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതും എവിടെയും എത്താതെ പിരിഞ്ഞതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയത്. കാരണം 3 മാസമായി ശമ്പളമില്ലാതെ ഈ കുടുംബങ്ങൾ ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രതിഷേധമായിട്ട് ബിഷപ്പിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോയിരുന്നു. അത് ബിഷപ്പ് ഹൗസിലെത്തുമ്പോഴേക്കും ഞങ്ങളെ പോലീസ് തടയുണ്ടായി. അപ്പോൾ ഞങ്ങൾ റോഡിലിരുന്ന് ആണ് അതിനെ പ്രതിഷേധിച്ചത്.
അപ്പോൾ തന്നെ മറ്റു മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ഉടനടി തീരുമാനം എടുക്കാൻ ഉടനടി ചർച്ച ചെയ്യുമെന്നും അതിൻ്റെ പ്രതിനിധിയായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് ജില്ലാ കളക്ടർ വന്ന് ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പുലർച്ചെ 2 മണിക്കുള്ള പ്രതിഷേധം അവസാനിച്ച് വീടുകളിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. തുല്യ ജോലിക്ക് തുല്യ വേതനം വേണമെന്ന വ്യവസ്ഥയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. മറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്കും ജോലി ഒരുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നൈറ്റ് ഷിഫ്റ്റുകളും എല്ലാം ഉണ്ട്. അത്രയും തിരക്കിലാണ് പോകുന്നത്. പിന്നെ ജൂബിലി അമല സംബന്ധിച്ച ഹോസ്പിറ്റലുകൾ മുഴുവൻ 800 ബെഡിന് മുകളിലുള്ളതും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകളുമാണ്. അതനുസരിച്ച് അവിടെ ജോലിഭാരവും നമുക്ക് അമിതമാണ്. നമുക്ക് തിരക്ക് വരുന്ന സമയങ്ങളിലും മറ്റുള്ള പേഷ്യൻറ്റിനേക്കാൾ കൂടുതൽ പേഷ്യൻ്റ് എന്നും വരുന്ന ഹോസ്പിറ്റലുകളാണ് ജൂബിലി അമല ഉള്ള ഹോസ്പിറ്റലുകൾ. അപ്പം നമുക്ക് ജോലിഭാരം വളരെ കൂടുതലാണ്. അപ്പോൾ അതാണ് ബെഡിൻ്റെ കാറ്റഗറി അനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനത്തിൽ തന്നെ ബെഡിൻ്റെ കാറ്റഗറി അനുസരിച്ചാണ് ശമ്പളവും നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് ഇപ്പോൾ ആ ബെഡിൻ്റെ കാറ്റഗറി അനുസരിച്ച് അവരിരുന്നിട്ടുള്ള ഇരുന്നിട്ടുള്ള കമ്മിറ്റികളിലാണ് ബെഡിൻ്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലുകൾ വിഭജിച്ച് സാലറി സ്കെയിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ അവർക്ക് ആ ബെഡുകളുടെ സാഹചര്യത്തിൽ പൈസ തരാൻ സാധിക്കില്ല, ഒരേപോലെ വേണമെന്നൊക്കെയാണ് ഇപ്പോൾ മാനേജ്മെൻറ്റ് പറയുന്നത്. ഞങ്ങൾക്ക് 3 മാസമായിട്ട് ശമ്പളം ഇല്ല. കാരണം സമരത്തിലായിരിക്കുന്ന കാരണം ഞങ്ങൾക്ക് 3 മാസം ശമ്പളം ഇല്ല. ഞങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഫാമിലികൾ ഒരുപാടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ളവർ ഒരുപാട് അങ്ങനെയാണ്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സ്വർണം പണയം വെച്ചും കഷ്ടപ്പെട്ടും ചിലവുകളൊക്കെ ചുരുക്കിയാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ചെറിയ രീതിയിലൊക്കെ ഞങ്ങളുടെ സംഘടനയ്ക്ക് സഹായിക്കുന്ന രീതിയിലൊക്കെ സംഘടന ഇടപെട്ടിട്ടുണ്ട്. അത്രയും ബുദ്ധിമുട്ടുള്ളവരെ തന്നെ സംഘടന ചെറിയ രീതിയിൽ അവർക്ക് കഴിയാവുന്ന രീതിയിൽ അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ UDF സർക്കാർ നഴ്സുമാരെ അവരുടെ 100 ദിന കർമ്മ പരിപാടിയിൽ നഴ്സുമാരുടെ കാര്യം ഉൾക്കൊള്ളിക്കുമെന്ന് അവർ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആരോഗ്യമന്ത്രിയെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു. അപ്പോൾ മാനേജ്മെൻറ്റുമായി ചർച്ച ചെയ്യാൻ വേണ്ടി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ചർച്ചയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മാനേജ്മെൻറ്റിൻ്റെയും ഞങ്ങളുടെ സംഘടനയും. പക്ഷേ സംഘടനയോടുകൂടി ഇരുന്ന് സംസാരിക്കാൻ അപ്പോഴും തയ്യാറല്ല എന്നായിരുന്നു അവരുടെ നിലപാട്. ഗവൺമെൻറ് അവർക്ക് ഞങ്ങൾക്ക് ഈ സമരം തീർപ്പാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ബിഷപ്പ് ആണ് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞിട്ടാണ് പിരിഞ്ഞത്. 2 ആഴ്ച കഴിഞ്ഞിട്ടും അതിനൊരു ഉത്തരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വീണ്ടും ബിഷപ്പിനെ കണ്ടതും ചർച്ച നടത്തിയതും. എന്നിട്ടും അതിലൊരു തീരുമാനം ആവേണ്ട മുന്നോട്ട് പോകാൻ ഉണ്ടായത്. അതിന് പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ ബിഷപ്പ് ഹൗസിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ബിഷപ്പ് ഹൗസിലേക്കുള്ള പ്രകടനമായി കുടുംബങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. തീരുമാനം എടുക്കേണ്ടത് ബിഷപ്പാണ് എന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ് അങ്ങോട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്.